പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും നിങ്ങളേവരോടും കൂടെ ഒരുമിച്ച് കൂടുന്നതിലുള്ള ആ ഒരു കൂട്ടായ്മയുടെ സന്തോഷം വിദൂരങ്ങളിലിരുന്ന് അച്ഛനിപ്പോൾ അനുഭവിക്കുകയാണ്. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ബാലികാ ബാലന്മാരും വിദ്യാർത്ഥിനികളും ഒരുപാട് അനുഗ്രഹിക്കപ്പെടുന്ന ശുശ്രൂഷയാണ് അഭിഷേകാഗ്നി ശുശ്രൂഷ. ഓൾ ചിൽഡ്രൻ, എവറി കിഡ്സ്, I greet you in a special way in the mighty name of Jesus. Hallelujah. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രോഗികളെ കർത്താവ് അത്ഭുതകരമായി ഈ മണിക്കൂറിൽ സ്പർശിക്കാൻ തൻ്റെ സൗഖ്യത്തിൻ്റെ കരം അവിടെ നിന്ന് വെക്കാൻ വേണ്ടി വലിയ കാരുണ്യത്തോടെ അവിടെ നിന്ന് കടന്നു വരുന്ന സമയമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു പ്രത്യേക കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ അച്ഛൻ സന്തോഷത്തിന് ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ഉയർപ്പ് തിരുനാൾ തൊട്ട് 2019 ഉയർപ്പ് തിരുനാൾ മുതൽ 2019 ജൂൺ 9 പന്തക്കുസ്ത തിരുനാൾ വരെ ആഗോള സഭയിൽ അനേക രാജ്യങ്ങളിലിരുന്ന് മലയാളികളായ മക്കൾ പന്തക്കുസ്ത തിരുനാളിന് വേണ്ടി പ്രത്യേകവിധ ഒരുങ്ങുകയാണ്. കാരണം തിരുസഭയുടെ മേൽ ഒരു പുതിയ ശക്തി ആവസിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സകല ജനതകളെയും വിസ്മയിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി തിരുസഭയുടെ മേൽ കത്തിജ്വലിക്കണം. അതിനുവേണ്ടി തിരുസഭ മക്കൾ പ്രത്യേകവിധ നോമ്പെടുത്ത്, ഉപവാസം എടുത്ത്, ത്യാഗം എടുത്ത്, പരിഹാര പ്രാർത്ഥനകൾ ചെയ്ത്, ബലികൾ അർപ്പിച്ച്, തങ്ങളെ തന്നെ ഒരുക്കി വിശുദ്ധീകരിച്ച് കുമ്പസാരിച്ച് ഈ 50 ദിവസങ്ങൾ ഒരുങ്ങുകയാണ്. അതിൻ്റെ 10 ദിവസങ്ങൾ, അവസാനത്തെ 10 ദിവസങ്ങൾ, അതായത് 2019 മെയ് 30 തൊട്ട് ജൂൺ 9 വരെയുള്ള 10 ദിവസങ്ങൾ കാത്തിരിപ്പിൻ്റെതായ വലിയ ദിവസങ്ങളാണ്. അതിനുവേണ്ടി ഇപ്പോൾ തന്നെ മാനസികമായി ഒരുങ്ങണം, അടുത്തുള്ളവർ ഒരുക്കണം. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. വലിയ ശക്തിയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ജീവിതത്തിൽ ഞെരുക്കം വരുമ്പോൾ, ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ, ജീവിതത്തിൽ കണ്ണുനീർ വരുമ്പോൾ ഈ ആത്മാവ് ആ ദുഃഖത്തിൻ്റെ മുകളിൽ, ആ കഷ്ടതയുടെ മുകളിൽ, ആ രോഗത്തിൻ്റെ മുകളിൽ എഴുന്നേറ്റ് നിൽക്കാൻ, അതിന് നടുവിൽ വിശ്വാസം പ്രഘോഷിക്കാൻ, അതിന് നടുവിൽ
ആനന്ദിക്കാൻ, രോഗത്തിൻ്റെയും തകർച്ചയുടെയും കണ്ണുനീരിൻ്റെയും ദുഃഖത്തിൻ്റെയും നടുവിൽ അമർന്ന് നിരാശപ്പെട്ട് നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞ് തമ്മിൽ കുറ്റപ്പെടുത്തി ദൈവത്തെ ചോദ്യം ചെയ്ത് അങ്ങനെ നാശവഴിയെ നീങ്ങാതെ ദുരിതത്തിന് നടുവിൽ എഴുന്നേറ്റ് നിന്ന് എൻ്റെ യേശു നല്ലവൻ, എൻ്റെ ദൈവം നല്ലവൻ എന്ന് പറയാൻ തക്ക വിധം നമ്മെ ബലപ്പെടുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഈ ഒരു കുടുംബത്തിൻ്റെ അനുഭവം മക്കളെ ശ്രദ്ധിക്കുക. എൻ്റെ പേര് ബിന്ദു, എൻ്റെ മകളുടെ പേര് അഞ്ജു. അവള് 2013 ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ബ്ലീഡിങ് ഉണ്ടായി. അത് വളരെ കൂടുതലായപ്പോൾ അവൾ ബോധം കിട്ടുപോയി. അങ്ങനെ ചെക്കപ്പ് നടത്തിയപ്പോൾ ബ്ലഡ് ക്യാൻസറാണെന്ന് മനസ്സിലായി. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹോസ്പിറ്റലിലേക്ക് മരുന്ന് കീമോ ആരംഭിച്ചു. രണ്ടാമത്തെ കീമോ ആയപ്പോഴേക്കും അവൾക്ക് ഇൻഫെക്ഷൻ വന്ന് ആകെ വഷളായി. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ആശുപത്രിയിലേക്ക് വന്നപ്പോൾ എൻ്റെ അമ്മച്ചി രോഗീനാഥൻ്റെ പുസ്തകം അവളുടെ കൈ കൊടുത്തു. രോഗികളുടെ നാഥൻ എന്ന പുസ്തകം അല്ലേ? അവളുടെ കൈ കൊടുത്തിരുന്നു. ഇതാണ് രോഗികളുടെ നാഥൻ എന്ന പുസ്തകം. രോഗികളുടെ നാഥൻ എന്ന പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകം എന്ത് ചെയ്തു? വല്യമ്മ മോളെ ഒരു വഴിക്ക് പോവുകയല്ലേ, ഇത് കൈ പിടിച്ചോളാൻ പറഞ്ഞു, അങ്ങോട്ട് കൊടുത്ത്. എന്നിട്ട് അവളത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവൾക്ക് ഇൻഫെക്ഷനായി, നീരെല്ലാം വന്ന് പനിയൊക്കെ വന്ന് അവളാകെ ഒരു വല്ലാത്ത അവസ്ഥയിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവൾ ഈ രോഗിനാഥൻ്റെ പുസ്തകം വായിച്ചു. അങ്ങനെ നീരൊക്കെ വന്ന് വല്ലാതിരിക്കുമ്പോഴാണ് ഈ പുസ്തകം കിട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ആ കുട്ടി ഈ പുസ്തകം എടുത്ത് ശരിക്കും അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതിനകത്ത് ദൈവവചന പ്രാർത്ഥനകളാണുള്ളത്. അതങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ മമ്മി എന്നെ ഈശോ തൊടുന്നു എന്ന് പറഞ്ഞ് ഇവിടെ കട്ടിലിൽ നിന്ന് എല്ലാ മെഷീനും തകർത്ത് മാറ്റി ചാടി എണീറ്റു കട്ടിലേലിരുന്നു. ഇപ്പോ ആശുപത്രി കിടക്കുമ്പോഴോ ഇത് വായിച്ചിട്ടാ? അവിടെ വെച്ചിട്ടാണ് ഇത് വായിച്ചോണ്ടിരുന്നത്. അപ്പം ഇവളെ അന്നേരം എനിക്ക് ഇവളുടെ കൂടെ കൂടാൻ നിൽക്കാനുള്ള ഒരു അവസരം കിട്ടി. അപ്പൊ ഇവളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മോളെ വയ്യെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു തരാന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ തന്നെ പ്രാർത്ഥിക്കുമെന്ന് ഇവള് ആംഗ്യം കാട്ടി. അപ്പോൾ ഇവൾക്ക് ഒരു വിധത്തിലും എണീക്കാനൊന്നും പറ്റിയല്ല, കാലൊക്കെ നീരായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇവൾ ഈ പുസ്തകം വായിച്ച് ചാടി എണീറ്റു. കട്ടിലേലെ ഇങ്ങനെ കിടക്കുന്ന കട്ടിലേന്ന് ചാടിയേറ്റു. മമ്മി എനിക്ക് ഇത് ഈശോ തൊടുന്നു പറഞ്ഞാൽ ഇതെല്ലാം എടുത്ത് മാറ്റി ചാടി എണീറ്റു. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ ഞാൻ അവരെ ഇവിടെ പുതിയ ICUലേക്ക് മാറ്റി, കുഴപ്പമില്ല. പക്ഷെ പിറ്റേ ദിവസം ഡോക്ടർമാരെ കാണിച്ചില്ല, കണ്ടു വന്നു. അവര് ഇതെല്ലാം കണ്ടു, അവരത് പോയി. പിറ്റേ ദിവസം പിന്നെയും വഷളായി പിന്നെ ICUയിൽ കിടന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏകദേശം മരിക്കാനായി എന്ന് പറഞ്ഞു. അപ്പോൾ മരിക്കാറാകുമ്പോൾ കാണിക്കുന്ന പിച്ചുംപേയാണ്. ഇങ്ങനെ പല രോഗികളോട് കാണിച്ചിട്ടുണ്ട്. ഈശോ തൊടുന്നു, ഞാൻ സൗഖ്യം പ്രാപിക്കുന്നു, ഇതൊക്കെ മരണത്തിന് തൊട്ടു മുമ്പുള്ള ഏർപ്പാടാണ് എന്ന് ഡോക്ടർമാർക്ക് മരിച്ചു വീട്ടിൽ അറിയിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അവർക്ക് കൺഫേംഡായി. ഇനി അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു. ഇനി ഫോൺ വിളിച്ച് കിട്ടിയില്ലെന്ന് വിഷമം വേണ്ട, അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാൻ ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ അഞ്ജുവിൻ്റെ അമ്മ ICUയിൽ കയറി കണ്ടോളാൻ പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഇവള് കണ്ണെല്ലാം ഇങ്ങനെ മേലോട്ട് ഇതാക്കി കിടക്കുന്നു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഇവള് മരിക്കില്ല എന്ന്. അപ്പോൾ ഈ അമ്മയ്ക്ക് ഒരു ഉറപ്പുണ്ട്, ഈശോ തൊട്ട കുട്ടിയാണ്, ഇന്നലെ ഈശോ തൊട്ടതാണ്, അതുകൊണ്ട് ഇന്ന് മരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ്. അമ്മ പറഞ്ഞു, അഞ്ജുവിൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ ഉള്ളിലേക്ക് വരൂ എന്നാണ് പറഞ്ഞ് വിളിച്ചായിരുന്നു. അഞ്ജുവിൻ്റെ അമ്മ ചെന്നിട്ട് പറഞ്ഞു ഈ കുട്ടി അത് മരിക്കാൻ കാര്യം കണ്ണൊക്കെ മേൽപോട്ട് തുറിച്ചിങ്ങനെ കിടക്കുകയാണ്. പക്ഷേ അഞ്ജുവിൻ്റെ പറഞ്ഞു എൻ്റെ മോള് മരിക്കില്ലെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ സ്തുതിച്ച് പുറത്തോട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർമാരെല്ലാം ഓടുന്നത് കണ്ടു. അപ്പോൾ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു എങ്ങോട്ടാണ് ഇവരെ ഓടുന്നത്? അപ്പോൾ അഞ്ജുവിന് ശ്വാസം കിട്ടി, ഇതാ അവള് സുഖപ്പെട്ട് ഒരു കുഴപ്പമില്ല, മിറാക്കിളായി സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഡോക്ടർമാർക്ക് ഭയങ്കര ഒരു ചേച്ചി ഉടനെ ചോദിച്ചു എന്താ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഈ അഞ്ജുവിന് അവൻ പുറത്തുനിന്ന് ചോദിച്ച് പറയാണ് ഇത് അഞ്ജു സുഖപ്പെട്ടിരിക്കുന്നു, അഞ്ജുവിന് ശ്വാസം കിട്ടി, അഞ്ജു അനങ്ങുന്നു, ഇത് ശരീരം നീര് പറ്റുന്നു, സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് അവർ വിളിച്ചു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു 5 വർഷമായി ഇപ്പോൾ ഇവള് കോഴിക്കോട് അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുന്നു, ഒരു കുഴപ്പമില്ല. ബോൺമാരെ ചെയ്തു, എല്ലാം നോർമലാണ്, ഒരു കുഴപ്പമില്ല. പൂർണ്ണ സൗഖ്യം കിട്ടി. അത് കഴിഞ്ഞ് ഡോക്ടർ പിറ്റേ ദിവസം എന്ത് പറഞ്ഞു? ഡോക്ടർ ഇപ്പോഴും ഇവള് ചെല്ലുമ്പോൾ വർഷത്തിലൊന്ന് പോകണല്ലോ, പോകുമ്പോൾ മിറാക്കൾ സംഭവിച്ച കുട്ടി എന്നാണ് പറയുന്നത്. ദൈവമേ, ആശുപത്രി ചെന്ന ഉടനെ വെറുതെ ആ മിറാക്കൾ കുട്ടി വരുന്നെന്ന് പറയും. മിറാക്കൾ സംഭവിച്ച കുട്ടി. ഈ കുട്ടിക്ക് എന്ത് രോഗമായിരുന്നു? തലവേദന എന്തായിരുന്നു? കാലുവേദനയോ എന്തായിരുന്നു? എന്ത് രോഗമായിരുന്നു? ബ്ലഡ് ക്യാൻസർ. ബ്ലഡ് ക്യാൻസർ ആണ് ഇതേപോലെ അത്ഭുതകരമായി മാറിയത്. നിങ്ങൾ അവിടെ ഇരിക്കും.
ആ കുട്ടി ചെയ്തതാണ് വിശ്വാസത്തോടെ രോഗികളുടെ നാഥൻ, ലോർഡ് ഓഫ് ദി സിക്ക് എന്ന പുസ്തകങ്ങൾ വായിച്ച്. അപ്പം തന്നെ കുട്ടി പറഞ്ഞു, അമ്മ എന്നെ യേശു തൊടുന്നു. പിന്നെ ഡോക്ടർമാരെല്ലാം ഓടി വന്ന്, അപ്പോൾ ഈ കുട്ടി എല്ലാ എഞ്ചിന് മെഷീനൊക്കെ പറിച്ച് മാറ്റി വെച്ച്. അപ്പോഴേക്കും ഈ ഡോക്ടർമാർ ഓടി വന്നത് നോക്കിയിട്ട് ഒരു മിണ്ടാതെ പോയി. എന്താ പറ്റിയെന്ന് അറിയാതുകൊണ്ടേ. പിറ്റേ ദിവസം കുട്ടി കണ്ണുമിഴിച്ച് മരണത്തിൻ്റെ ലക്ഷണമൊക്കെ കാണിച്ച് നാവ് കടിച്ചൊന്നറിയില്ല, ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, അത് മരണത്തിന് മുമ്പ് കാണിക്കുന്ന പിച്ചും പേയൊക്കെയാണ് ഇന്നലെ കാണിച്ചത്. ഇപ്പോഴും അതിൻ്റെ മരണത്തിൻ്റെ വക്കത്തേക്ക് എത്തി, അറിയിക്കേണ്ടവരിൽ അറിയിച്ചോ. ഉടനെ അനൗൺസ്മെൻറ്റ് വന്നു, അഞ്ജുവിൻ്റെ അമ്മ അവസാനമായി കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഉടൻ വന്ന് ഉള്ളിൽ വന്ന് കണ്ട് അന്തിമോപചാരം അർപ്പിക്കാവുന്നതാണെന്നുള്ള വിധത്തിൽ അമ്മേനെ വിളിപ്പിക്കാൻ പറഞ്ഞു. അമ്മ ഉള്ളിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു, അപ്പോൾ അമ്മ വന്നപ്പോഴും കണ്ണുമിഴിച്ച് കണ്ണ് തുറിച്ച് നാവ് കടിച്ച് ഇങ്ങനെ മരണത്തിൻ്റെ എല്ലാ ലക്ഷണമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ വിശ്വാസത്തോടെ പറഞ്ഞു, എൻ്റെ മോൾ ഇപ്പോഴൊന്നും മരിക്കില്ല, ഇന്നലെ ഈശോ തൊട്ട കുട്ടിയാണ്, മരിക്കില്ല, എൻ്റെ മോൾ മരിക്കില്ലെന്ന് അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മേനെ പതുക്കെ താങ്ങി പിടിച്ച്, നിങ്ങൾ ചിന്തിച്ച ഒരു കുട്ടിയുടെ മുമ്പിൽ നിൽക്കുന്ന അമ്മയുടെ മനസ്സ് അങ്ങനെ താങ്ങി പിടിച്ച് അതിനെ പുറത്ത് കൊണ്ടിരുത്തി. എന്നാലും അമ്മയ്ക്ക് കുട്ടിയുടെ അടുത്തേക്കാനുള്ള ശ്രദ്ധ. നോക്കുമ്പോൾ ഡോക്ടർമാർ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഭയങ്കര ബഹളം, ഒരു മൂവ്മെൻറ്റ്, ഹൈ സ്പീഡ് മൂവ്മെൻറ്റ് അവിടെ കാണുന്നു. ഉടനെ എന്താണ് വാട്ട് ഈസ് ഗോയിങ് ഓൺ, അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കണതെന്ന് ഈ അമ്മ അവിടെ നേഴ്സിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ പറയാണ്, ദേ അഞ്ജുവിന് ശ്വാസം കിട്ടി, അഞ്ജു കൈയും കാലും ചലിക്കാൻ തുടങ്ങി, ദേ അഞ്ജു അനങ്ങുന്നു, ദേ അഞ്ജുവിൻ്റെ കാല് ചുങ്ങി, നീരെല്ലാം മറ്റേത് കാലൊക്കെ ഭയങ്കര നീരല്ലായിരുന്നോ? അതെല്ലാം ഈശോ തൊടുന്നു പറഞ്ഞ നിമിഷം ആ നീരും പനി അപ്പോൾ തന്നെ പോയി അല്ലേ. ഈ അഞ്ജുവിന് നേരത്തെ എങ്ങനെയായിരുന്നു, കാലൊക്കെ നീര് വന്നു. ഈ ബ്ലഡ് ക്യാൻസർ വന്നിട്ട് അത് ശരിക്കും അങ്ങോട്ട് മുറുകിയിട്ട് കാലെല്ലാം നീര് വന്ന് കണ്ണും ഈ മുഖം ഇടിപ്പിച്ച് മുഖമെല്ലാം ഇടിപ്പിച്ച് ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു. ഇങ്ങനെ കിടക്കുന്ന ആശുപത്രി കിടക്കുന്ന ഭാഗം നിങ്ങൾ ചിന്തിക്കണം. ആ സ്ഥാനത്ത് കർത്താവ് അങ്ങോട്ട് സുഖപ്പെടുത്തി. ഇപ്പൊ എന്നിട്ട് 5 വർഷമായിട്ട് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ജോലിക്ക് പോകണ്ടോ? അക്കൗണ്ടന്റായിട്ട് ജോലി ചെയ്യുക കോഴിക്കോട് അക്കൗണ്ടന്റായി നല്ല എക്സ്പെർട്ടായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 ബോൺമാരോ ടെസ്റ്റ് നടത്തി, 4ലും ഒരു കുഴപ്പമില്ല. ഈ ബോൺമാരോ ടെസ്റ്റ് എന്തിനാ, ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ളതാണോ? അതെ. ആണോ? കുട്ടി 2 വാക്ക് പറയട്ടെ. ക്യാൻസറിന്റെ ഉണ്ടോന്ന് അറിയാനുള്ള ടെസ്റ്റാണ് ബോൺമാരോ ടെസ്റ്റ്. ഒരെണ്ണം നടത്തിയിട്ട് ബോധ്യപ്പെട്ടില്ല, ഒരെണ്ണം നടത്തിയപ്പോൾ ഇല്ലാന്ന് റിസൾട്ട് വന്നു. അപ്പോൾ പറഞ്ഞില്ല അങ്ങനെ പറ്റില്ല, ഉണ്ട്, ഒന്നും കൂടെ നടത്താൻ പറഞ്ഞു. 2ാമത് നടത്തി, അതിലും ക്യാൻസർ ഇല്ലാന്ന് പറഞ്ഞു. പോരാ ക്യാൻസർ ഉള്ള കുട്ടിയാണ്, അതിന് തെളിവൂടെ ഉണ്ടെന്ന് പറഞ്ഞു. വീണ്ടും നടത്താൻ പറഞ്ഞു. 3ാമത് നടത്തി, ക്യാൻസർ ഇല്ല. 4ാമത് നടത്തി, ക്യാൻസർ. 4എണ്ണം നടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇത് മിറക്കിൾ കുട്ടിയാണ്, ഇത് അത്ഭുതം സംഭവിച്ചിരിക്കും അല്ലേ. ഡോക്ടർ അവസാനം എന്താ പറഞ്ഞേ? ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഫുൾ ക്ലിയർ അല്ലേ. ജോലിക്ക് പോകാൻ പറഞ്ഞു, ജോലിക്ക് വെക്കാനൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ മമ്മി അന്ന് തൊട്ട് ഇതുവരെ ഞാൻ കരഞ്ഞതായിട്ട് കണ്ടിട്ടില്ല, ഫുൾ ടൈം ചിരിയായിരുന്നു. സൗഖ്യം പ്രാപിച്ച അന്ന് തൊട്ട് ഇനി കരച്ചിലില്ല. ബ്ലഡ് ക്യാൻസർ ആണെന്ന് എനിക്ക് എന്നറിഞ്ഞ അന്ന് തൊട്ട് മമ്മി കരയുന്ന ഞാൻ കണ്ടിട്ടില്ല. മമ്മി ഫുൾ ചിരി, ഹാപ്പിയിലായിരുന്നു. കർത്താവിൽ വിശ്വസിച്ച് അല്ലേ. എൻ്റെ ദൈവമേ, എനിക്ക് ഇത്രയും വലിയ അസുഖം കൊടുത്ത എൻ്റെ ഈശോയെ നന്ദി എന്ന് എൻ്റെ മമ്മി ആദ്യം പറഞ്ഞു, ഈ അസുഖം അറിഞ്ഞിട്ട്. അതൊന്ന് പറഞ്ഞു, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ചിലർ വാവിട്ട് നിലവിളിച്ച്. എൻ്റെ മോൾക്ക് പിന്നെ ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു ഇവിടെ പഠിച്ചോണ്ടിരുന്നത്. അപ്പോൾ അവിടെ ബാംഗ്ലൂർ നിങ്ങൾ വീട് ബാംഗ്ലൂരാണോ? അല്ല, മോള് പഠിച്ചോണ്ടിരുന്നത് ബാംഗ്ലൂരായിരുന്നു. അപ്പം ഇവൾക്ക് ഇങ്ങനെ ബോധം കെട്ട് പോയപ്പോൾ ഇവളെ ആശുപത്രി കൊണ്ടുപോയി. അന്ന് വൈകുന്നേരമാണ് ഞങ്ങൾ ബാംഗ്ലൂർ ചെല്ലുന്നത്. അപ്പം ഇവിടെ ടെസ്റ്റ് നടത്തിയപ്പം പിന്നെ ബ്ലഡ് ക്യാൻസർ ആണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. ഞങ്ങൾ ചെന്നപ്പം പിന്നെ ആദ്യം ഭർത്താവ് കയറി ചെന്നു, പക്ഷേ ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. എന്നെ കണ്ടു. ഞാൻ ചെന്ന് ഇപ്പം ഡോക്ടർ പറഞ്ഞു, മോൾക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് സംശയമുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും മിണ്ടിയില്ല, പക്ഷേ എനിക്കൊരു നല്ലൊരു ധൈര്യം വന്നതുപോലെ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, എൻ്റെ മോൾക്ക് ഇത്രയും വലിയ അസുഖം കൊടുത്തല്ലോ, നന്ദി പറയുന്നു. പക്ഷെ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എന്താ പറയുന്നത്, എനിക്ക് എന്താ പറ്റിയത്. അവരെ സംബന്ധിച്ച് മകൾ ബ്ലഡ് ക്യാൻസർ വന്ന് മരണത്തിലേക്ക് പോകുമ്പോൾ ഒരു അമ്മ ചിരിക്കുക, എൻ്റെ മോൾക്ക് ഇത്രയും വലിയ അസുഖം കൊടുത്ത ഈശോയെ. അപ്പോൾ ഈ അമ്മ ഇത് കേട്ട ഉടനെ ഡോക്ടറോട് പറയാണ്, എൻ്റെ മകളെ തന്നെ ഇതിന് തിരഞ്ഞെടുത്ത് ഇത്രയും സ്ട്രോങ് ആയുള്ളതും ഇത്രയും വലുതും ചികിത്സിച്ചാൽ മാറാത്തതുമായ ബ്ലഡ് ക്യാൻസർ എന്ന ഈ ഗിഫ്റ്റ് എൻ്റെ മകൾക്ക് കൊടുത്തതിനായി ഞാൻ മോളോട് പറഞ്ഞു, നമുക്ക് ഈശോയോട് നല്ലത് മാത്രം തരാൻ പറയാൻ പറ്റിയല്ലോ, എന്ത് തന്നാലും സ്വീകരിക്കണമല്ലോ, സഹിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മോളോട് പറഞ്ഞു, നീ അതങ്ങോട്ട് ഏറ്റെടുത്തോളൂ കുട്ടി,
ഈശോ തരുന്നതെല്ലാം നല്ലതാണ് എന്ന് പറഞ്ഞോട് അങ്ങനെ പറഞ്ഞത്. ഇതാണ് വേദപാഠം പഠിച്ച് വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലുള്ള ഗുണം. പിന്നെ ഇവള് മരിക്കാൻ കിടക്കുവന്നപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു, നീ മരിച്ചോ, ധൈര്യമായിട്ട് മരിച്ചോ, നീ പേടിക്കണ്ട, അൽഫോൺസാമ്മ മരിച്ച് സ്വർഗത്തിൽ പോയില്ലേ, അതായിരിക്കും അതുപോലെയായിരിക്കും നീയും, പേടിക്കണ്ട എന്ന് പറഞ്ഞു. മരിക്കണ കുട്ടിയോട് പറയാണ്, നീ ധൈര്യമായിട്ട് അങ്ങോട്ട് മരിച്ചോളൂ കുട്ടി, ഞാനല്ലേ അടുത്തിരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, നീ പേടിക്കണ്ട, നിനക്ക് മുമ്പേ അൽഫോൻസാമ്മ മരിച്ചിട്ടുണ്ട്, മദർ തെരേസ മരിച്ചിട്ടുണ്ട്, അസീസി പുണ്യാളം മരിച്ചിട്ടുണ്ട് അല്ലേ, മിണ്ടല്ലേ, ഇത്ര പേടിയാണോ? എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഈ അമ്മ നോക്കിയപ്പോൾ നിസ്സാര സംഗതി അല്ലല്ലോ അതാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. സ്വന്തം മോൾക്ക് ഇത്രയും വന്ന സമയത്ത് വിശ്വാസത്തിൽ അതിനെ അഭിമുഖീകരിക്കാനുള്ളൊരു പവർ, ഒരു മെൻ്റൽ പവർ കർത്താവ് അങ്ങോട്ട് കൊടുത്തു. ഈ രോഗം സുഖപ്പെട്ടതിനേക്കാൾ എനിക്ക് വളരെ പവറായിട്ടുള്ളത് ആ ഒരു പക്ഷേ ആ ഒരു വിശ്വാസം ഞാൻ ഏറ്റവും ഇത്രയും വലിയ അസുഖം കൊടുത്ത് ഈശോ എന്ന് പറഞ്ഞപ്പോൾ നന്ദി പറയുന്നു പറഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും ഈശോ എനിക്ക് ക്രമീകരിച്ച് തന്നായിട്ട് എനിക്ക് നല്ലൊരു ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് തന്നെ വന്നാലും തളരരുത്, മടുക്കരുത്, ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. ഇതുപോലെ തകർച്ച തന്നതിന്, അനുവദിച്ച് തന്നതിന് നന്ദി. ചിലപ്പോൾ ഈശോ തന്നതായിരിക്കില്ല, ചിലപ്പോൾ ഈശോ അനുവദിക്കുന്നതായിരിക്കും. ഇത് അനുവദിച്ചു, ഈശോ അനുവദിച്ചതാണ്, ഓക്കെ ഐ അഗ്രി, താങ്ക് യു, ഞാൻ സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നന്ദി പറയാം. അത് വെറുതെ അങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞ പോരാ, അമ്മയുടെ ഹൃദയത്തിൽ നിന്നാണ് അത് പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കർത്താവ് അംഗീകരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബക്കുക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 19 വരെ തിരുലിഖിതങ്ങൾ ഈ ഒരു മഹാരഹസ്യത്തെ വെളിവാക്കി തരികയാണ്. ഹബക്കുക്ക് 3-ാം അധ്യായം 17 മുതൽ 19 വരെ തിരുലിഖിതങ്ങൾ. അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലൂമരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ഹബക്കുക്ക് 3:17 പറയാണ്, ജീവിതം എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ നഷ്ടങ്ങളും നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ തകർച്ചകളും നിങ്ങൾ കാണുക, ലോകത്തിന് നിങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിക്കുന്ന എല്ലാ വേദനകളും കാണുക. എന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ദൈവ പൈതൽ പറയുകയാണ്, ദൈവത്തിൻ്റെ പ്രവാചകൻ പറയുകയാണ്, എല്ലാം സംഭവിച്ചാലും ശരി, എൻ്റെ ആത്മാവ് ഞാൻ കർത്താവിൽ ആനന്ദിക്കും, ഞാൻ സന്തോഷിക്കും, ഞാൻ എൻ്റെ ദൈവത്തെ ഓർത്ത് അഭിമാനം കൊള്ളും. ഇതാണ് സഹോദരങ്ങളെ വിശ്വാസത്തിൻ്റെ അടിത്തറ, വിശ്വാസത്തിൻ്റെ കാതൽ. ഏത് ഞെരുക്കം വന്നാലും, ഏത് തകർച്ച വന്നാലും എൻ്റെ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, എൻ്റെ ദൈവത്തിൽ ഞാൻ അഭിമാനിക്കും. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, ഹീബ്രു 11:6b, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ആദ്യം തന്നെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഞാനും നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ഇപ്പോൾ ദൈവം ഒരു അനോയിൻറ്റിങ്, ഒരു വിശ്വാസത്തിൻ്റെ കൃപ കർത്താവ് തരുന്നുണ്ട്. അങ്ങനെ വിശ്വാസത്തിൻ്റെ കൃപ ദൈവം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സ് ബലപ്പെടണം, ഒരു കാര്യം നമ്മുടെ മനസ്സ് ഉറപ്പിക്കണം, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എൻ്റെ മുമ്പിലുണ്ട്, എൻ്റെ ദൈവം എൻ്റെ പുറകിലുണ്ട്, എൻ്റെ ദൈവം എൻ്റെ ചുറ്റിലുമുണ്ട്, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. എന്തു തന്നെ സംഭവിച്ചാലും അതെല്ലാം നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. സങ്കീർത്തന പുസ്തകം 68-ാം അധ്യായം അതിൽ 7-8 തിരുലിഖിതങ്ങൾ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, ദൈവമേ അങ്ങയുടെ ജനത്തിന് മുമ്പിൽ നീങ്ങിയപ്പോൾ, മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ, ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു. സങ്കീർത്തനം 68:7 പറയാണ്, ദൈവമേ അങ്ങയുടെ ജനത്തിൻ്റെ മുന്നിൽ നീങ്ങിയപ്പോൾ. എന്താ ദൈവത്തിൻ്റെ വിശേഷണം? ജനത്തിൻ്റെ മുമ്പിൽ നീങ്ങുന്ന ദൈവം, കുടുംബത്തിൻ്റെ മുമ്പേ നടക്കുന്ന ദൈവം, എൻ്റെ മുമ്പിൽ എനിക്ക് വേണ്ടി നീങ്ങുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാനും നിങ്ങൾ വിശ്വസിക്കണം. ഒന്ന് ഉച്ചത്തി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഷ്ടതയോ ഞെരുക്കമോ രോഗമോ അതല്ല നമുക്ക് വലുത്, അതിലും വലുതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, അതിലും വലുതാണ് ദൈവത്തിലുള്ള ഈ വിശ്വാസം. എൻ്റെ ദൈവം എനിക്ക് മുമ്പേ അവിടുന്ന് ശക്തനായവൻ മുന്നേ നീങ്ങുകയാണ്. ഒന്ന് ഉച്ചത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അനുഭവത്തിന് നടുവിലാണ് ദൈവത്തിന് ആത്മാവ് നിറഞ്ഞപ്പോൾ ദൈവദാസൻ പറയുന്നത്, ഹബക്കുക്ക് 3-ാം അധ്യായം 17 തൊട്ട് 19 വരെ തിരുലിഖിതങ്ങൾ, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും,
മുന്തിരിയിൽ കായകളില്ലാതായാലും കന്നുകാലികൾ ആലിൽ അറ്റുപോയാലും ആട്ടിൻ പറ്റം ആലിൽ നിന്നില്ലാതായാലും ശരി, എൻ്റെ ആത്മാവ് കർത്താവിൽ ആനന്ദിക്കും. ഈ കാണുന്ന ഈ ലോക വസ്തുക്കളോ, ഈ കാണുന്ന ആരോഗ്യമോ, ഈ കാണുന്ന തടിയോ, ഈ കാണുന്ന ചിമിട്ടോ അല്ല നമ്മുടെ സന്തോഷത്തിൻ്റെ ആധാരം. നമ്മുടെ സന്തോഷത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ നീങ്ങുന്ന ദൈവമാണ്. ഹബക്കൂക്ക് 3:18-19 എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. സമ്പത്തിലല്ല ഞാൻ ആനന്ദിക്കുന്നത്, ആരോഗ്യത്തിലല്ല ഞാൻ ആനന്ദിക്കുന്നത്, ജോലിയിലല്ല ഞാൻ ആനന്ദിക്കുന്നത്, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. എൻ്റെ ബലം. ഇന്നിരിക്കുന്ന മകനെ മകളെ ചിന്തിക്കുക, എന്താണ് നിന്റെ ബലം? എന്താണ് ബലം? ഇപ്പോൾ ഈ ആരോഗ്യം ബലം പോവുക. മക്കളുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ആളുകളുടെ സപ്പോർട്ട്, ആ സപ്പോർട്ട് പോയാൽ ബലം പോയി. കൂടെ നിൽക്കുന്നവർ, അവരാണ് ബലം. ആ കൂടെ നിൽക്കുന്നവർ മരിച്ചാൽ ബലം പോയി. കാരണം കർത്താവില്ല, കൂടെ നിൽക്കുന്നവരേ ഉള്ളൂ. സമ്പത്ത്, ജോലി, വിദ്യാഭ്യാസം, കഴിവ്, ഓർമ്മശക്തി, ഇതൊക്കെയാണ് നമ്മുടെ ബലം. അതിനും അപ്പുറത്തൊരു ബലമുണ്ട്. അതാണ് മുമ്പേ നീങ്ങുന്ന ദൈവത്തിൻ്റെ ബലം. എൻ്റെ കർത്താവാണ് എൻ്റെ ബലം. അടുത്തത് ഹബക്കൂക്ക് 3:19 കർത്താവാണ് എൻ്റെ ബലം. കലമാൻ്റെ പാദങ്ങൾക്ക് എന്നതുപോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ഇത് ഹൃദയത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കണം മക്കളെ. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ചൈതന്യം, പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിക്കും. ലോക വസ്തുക്കളുടെ നഷ്ടത്തിലോ ശരീരത്തിൻ്റെ സുഖത്തിലുള്ള നഷ്ടത്തിലോ അല്ല നമ്മുടെ വേദന. നമ്മുടെ വേദന ദൈവം നഷ്ടപ്പെടുമ്പോഴായിരിക്കും. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് തന്നെ ഈ സമയം നമ്മൾ കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ആഗതമാകുന്ന പന്തക്കൊസ്ത തിരുനാളിന് തൊട്ട് മുമ്പ്, ഓ ദൈവമേ, എനിക്ക് അങ്ങയുടെ ആത്മാവിനെ വേണം, ശക്തമായ പരിശുദ്ധാത്മാഭിഷേകം വേണം. എൻ്റെ കർത്താവിനെ ആരാധിക്കാൻ, എൻ്റെ കർത്താവിനെ കാണാൻ, എൻ്റെ കർത്താവിൻ്റെ കൂടെ നടക്കാൻ. ജീവിതത്തിൽ എന്ത് വന്നാലും അതിൻ്റെ നടുവിൽ, അതിൻ്റെ മുകളിൽ, ആ വേദനയുടെ നടുവിൽ എൻ്റെ കർത്താവിനെ ആരാധിക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകം എനിക്ക് വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവങ്ങളും ഒരുമിച്ച് ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. കഷ്ടതയിൽ വേദനയിൽ ആരാധിക്കുന്നു, കണ്ണുനീരിൽ നോവതിലും ആരാധിക്കുന്നു. കഷ്ടതയിൽ വേദനയിൽ ആരാധിക്കുന്നു, കണ്ണുനീരിൽ നോവതിലും ആരാധിക്കുന്നു. കഷ്ടമേറ്റ കർത്താവിനെ ആരാധിക്കുന്നു, കണ്ണുനീരു മാറ്റുന്നോനെ ആരാധിക്കുന്നു. കഷ്ടമേറ്റ കർത്താവിനെ ആരാധിക്കുന്നു, കണ്ണുനീരു മാറ്റുന്നോനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. അനേകം മക്കളുടെ മേൽ വലിയ അനോയിന്റിംഗ്, വലിയ അഭിഷേക ശക്തി കർത്താവ് ചൊരിയുന്ന അത്ഭുത നിമിഷങ്ങളാണിത്. ദൈവമക്കളെ, വലിയ സ്നേഹത്തോടെ റിലാക്സ് ചെയ്ത് കൈയടിച്ച് ആനന്ദിച്ച് എല്ലാ തകർച്ചകളെ ഓർത്ത് ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കുന്നു. ലാസറിനെ ഉയർപ്പിച്ച സർവശക്തനായ ജീവനേകും യേശുവിനെ ആരാധിക്കുന്നു. ലാസറിനെ ഉയർപ്പിച്ച സർവശക്തനായ ജീവനേകും യേശുവിനെ ആരാധിക്കുന്നു. രോഗികളെ ബന്ധിതരെ മോചിപ്പിച്ചതാ കാരുണ്യത്തിൻ നാഥനെ ആരാധിക്കുന്നു. രോഗികളെ ബന്ധിതരെ മോചിപ്പിച്ചതാ കാരുണ്യത്തിൻ നാഥനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തി ശബ്ദമോടെ ആരാധിക്കുന്നു യേശുവിനെ, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. You are the Lord. Hallelujah. You are almighty. Hallelujah. Hallelujah. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. Anointing. ശക്തനായ
മേലെ ശക്തി പ്രാപിക്കട്ടെ, സകലരുടെ മേലെ ശക്തി ആവസിക്കട്ടെ. ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ നമ്മുടെ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ മുട്ടുമേൽ നിന്ന് വലിയ സ്നേഹത്തോടെ രാജാതിരാജനെ നമുക്ക് ആരാധിക്കാം. മക്കളെ, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കുടുംബങ്ങളായി മക്കൾ മാതാപിതാക്കൾ ഒരുമിച്ച് എളിമപ്പെട്ട് പന്തക്കുസ്ത തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കരഞ്ഞു വിളിച്ചപേക്ഷിക്കുകയാണ്. യേശു രാജാവായി കുടുംബത്തിലേക്ക് വരണം, യേശു രാജാവായി ജീവിതത്തിലേക്ക് വരണം. രോഗികൾ ഇപ്പോൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. വിദ്യാർത്ഥിനി കരഞ്ഞ് പ്രാർത്ഥിക്കുക. പുതിയ അധ്യയന വർഷത്തേക്ക് അനുഗ്രഹങ്ങളെ അവിടുന്ന് ചൊരിയട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തുന്നു, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ആരാധന. ഓ യേശുവേ യേശുവേ യേശുവേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. യേശുവേ വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. എന്റെ കർത്താവേ, രാജാവേ വന്നു വാഴണമേ, ഇനി എന്റെ യേശുവേ. നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. ഇനി ഞാനല്ല എന്ന് നീയല്ലോ. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ, അഗ്നിനാവുകൾ തൻ രൂപത്തോടെ, ഭൂമിയിളകും അഭിഷേക ശക്തിയായി, ഭൂമിയിളകും അഭിഷേക ശക്തിയായി. റൂഹായേ വേഗം ആഗതനാ